ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വടയുടെ റെസിപ്പി ആയിട്ടാണ്. ഇതൊരു ഇൻസ്റ്റൻറ്റ് വടയാണ്, നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. ഉഴുന്ന വടയൊക്കെ തയ്യാറാക്കുന്ന അത്രയും പാടൊന്നുമില്ല കേട്ടോ, വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാം. അരിപ്പൊടി വെച്ചിട്ടാണ് ഈ വട തയ്യാറാക്കിയിരിക്കുന്നത്. നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്ന വടയാണ്. അപ്പോൾ വീഡിയോ കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് അരിപ്പൊടി വെച്ചിട്ട് ഈ വട തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ബൗളിലേക്ക് ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് അരിപ്പൊടി തന്നെയാണ്. 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. റോസ്റ്റഡ് അരിപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 കപ്പ് റോസ്റ്റഡ് അരിപ്പൊടിയാണ്. പിന്നെ ഇതിലേക്ക് ഇഞ്ചി, പച്ചമുളക് ഇതൊക്കെ ചേർത്ത് കൊടുക്കണം. 2 പച്ചമുളകും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. പിന്നെ റവയുടെ ആവശ്യമുണ്ട്. 1/4 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. ഇത് റോസ്റ്റഡ് ഒന്നുമല്ല, അപ്പോൾ റോസ്റ്റ് ചെയ്തിട്ടും റോസ്റ്റ് ചെയ്യാതെയൊക്കെ റവ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം പുളിയുള്ള തൈര് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഒട്ടും പുളിയില്ലാത്ത തൈര് യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ 1/2 കപ്പ് തൈരാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതിന് മുന്നേ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. തൈരിൻ്റെ കട്ടയൊക്കെ ഒരു സ്പൂൺ വെച്ചിട്ട് ഉടച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊരു ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ കുറച്ച് കൂടുതൽ തന്നെ വെള്ളം ആവശ്യമായിട്ട് വരും. റവയൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ നമുക്ക് നോക്കിയിട്ട് കുറച്ചായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഏകദേശം 2 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ടൊക്കെ ചേർത്ത് കൊടുത്തോളൂ. കുറച്ച് കൂടുതൽ വെള്ളം ചേർത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ബാറ്ററി ഇവിടെ ഒരു പാനിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇതിലെ വെള്ളമൊക്കെ വറ്റിയിട്ട് നന്നായിട്ടൊന്ന് കുറുകി വരണം. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും കേട്ടോ. അതുകൊണ്ടാണ് പറയുന്നത് കൈ എടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ ഇതിവിടെ നല്ല തിക്കായിട്ട് പാനിൽ നിന്ന് ചെറുതായിട്ടൊന്ന് വിട്ട് വരുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ഒന്ന് റെഡിയായി വരാനുണ്ട്. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. പാനിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഇതേ വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാകത്തിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതിവിടെ ഒരു മാവ് പോലെ റെഡി ആയിട്ടുണ്ട്. കുഴച്ചെടുക്കാൻ പാകത്തിൽ ഒരു മാവ് പോലെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് ചൂടാറി വരുമ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇതിവിടെ ഇപ്പോൾ ചെറിയ ചൂടോട് കൂടിയാണുള്ളത്. ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാനുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. സവാള ചേർത്ത് കൊടുക്കാം. ഒരു സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ മല്ലിയില, കറിവേപ്പില. മല്ലിയില ചേർക്കാൻ വേണ്ടിയിട്ട് താല്പര്യം ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. ഞാനിതിവിടെ രണ്ടും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് കായം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കായത്തിൻ്റെ ഫ്ലേവർ ഈ ഒരു വടയ്ക്ക് നല്ല ടേസ്റ്റ് കൊടുക്കും. അപ്പോൾ 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെയൊക്കെ കായം ചേർത്ത് കൊടുക്കാം. പിന്നെ കുരുമുളക് ചതച്ചിട്ട് ചേർക്കുന്നതാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചേർത്തിട്ട് ചെറിയ ചൂടോട് കൂടെ തന്നെ നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. അങ്ങനെ ഇതിവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയിൽ കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളും ആവശ്യമെങ്കിൽ നോക്കിയിട്ടൊക്കെ ചേർത്ത് കൊടുത്തോളൂ. ഇനി നമുക്ക് വേഗം തന്നെ തയ്യാറാക്കി തുടങ്ങാം. ആദ്യം കയ്യിൽ കുറച്ച് ഓയിലൊക്കെ ഒന്ന് നന്നായിട്ട് പുരട്ടിയെടുക്കാം. പിന്നെ ഇതിൽ നിന്നും ചെറിയ ബോൾസൊക്കെ എടുക്കാം. ആദ്യം ഒന്ന് നന്നായിട്ട് ഉരുട്ടിയെടുക്കണം. ഞാനിവിടെ ചെറിയ സൈസിലുള്ള വടകളാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയ ബോൾസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിങ്ങനെ പരത്തിയെടുക്കാം. പിന്നെ ഇതിൻ്റെ മിഡിലായിട്ട് ചെറിയ ഹോൾ ഇട്ട് കൊടുക്കാം. നമ്മൾ ഉഴുന്ന വടയിലൊക്കെ ചെയ്യില്ലേ, അതുപോലെ വിരൽ വെച്ചിട്ട് ഇതുപോലെ ചെറിയ ഹോളൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ തയ്യാറാക്കിയെടുക്കാം. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിൽ ചൂടായിട്ട് വരുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഇടാൻ പാടില്ല. അങ്ങനെ വരുമ്പോൾ പുറം ഭാഗം പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോവും. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം.
അപ്പോൾ അരിപ്പൊടി വെച്ചിട്ടുള്ള ഈ ഒരു വട എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്കായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. സാധാരണ ഉഴുന്നുവട പോലെ തന്നെ സാമ്പാറിൻ്റെയും ചട്നിയുടെ ഒക്കെ കൂടി അടിപൊളി കോമ്പിനേഷനാണ്. ഇതിൻ്റെ പുറംഭാഗം നല്ല ക്രിസ്പി ആയിട്ടിരിക്കും, ഉൾവശം നല്ല സോഫ്റ്റാണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കുക. നമ്മുടെ ചാനലിലെ മറ്റുള്ള വീഡിയോസൊക്കെ കാണുക. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം. താങ്ക്